നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാന ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന് ഇതാദ്യമായിട്ടല്ല ആരോപണം ഉയരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർട്ടിക്ക് വളരെ ചരിത്രപരമായ ഒരു വിജയമൊക്കെ കൈവരിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും വലിയ ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ബി.ജെ.പിയിൽ ഉയർന്നു വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവകരമായ ഒരു ആരോപണം ഉയർന്നു എന്ന് മാത്രം. കോടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ഹെലികോപ്റ്ററിൽ ഇടപാടുകളിൽ വരെ ചില തട്ടിപ്പുകൾ നടത്തി ചില നേതാക്കന്മാർ ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നും ആ തട്ടിപ്പ് കേന്ദ്ര ഓഡിറ്റ് സംഘം കയ്യോടെ പൊക്കിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ചുമതലകളിൽ നിന്ന് ഈ തട്ടിപ്പ് നടത്തിയവരെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് എന്നുമാണ് മാധ്യമ വാർത്തകൾ. അത് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നു. അത് പിന്നീട് ചില മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന 2-3 നേതാക്കന്മാരെ ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നും കൂടുതൽ നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നുമൊക്കെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വന്നത് കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത്തവണ ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഒന്നാമത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിലേക്ക് വരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഒരു ടെക്നോക്രാറ്റാണ്. വളരെയധികം വിജയത്തിൻ്റെ മാതൃക സൃഷ്ടിച്ച ഒരു സംരംഭകനാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ കേരളത്തിൽ കുറച്ചുകൂടി പ്രൊഫഷണലായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതായിരുന്നു നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് രാജീവ് ചന്ദ്രശേഖറിന് സംസ്ഥാന അധ്യക്ഷ പദവി നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മാറ്റങ്ങൾ കേന്ദ്ര നേതൃത്വം കേരള ബി.ജെ.പിയിൽ വരുത്തിയിരുന്നു. അതായത് മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ ചാക്കിൽ പണം കെട്ടിക്കൊണ്ടുവരിക ഉള്ള ആരോപണങ്ങൾക്കൊക്കെ ഇടം നൽകാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ കൊടുക്കൽ വാങ്ങലുകളും ബാങ്ക് ത്രൂ ആയിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് എല്ലാ പണമിടപാടുകളും നീങ്ങിയിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഈ കുഴൽപ്പണ വിവാദമൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു വിവാദത്തിനൊന്നും ഇട കൊടുക്കാത്ത രീതിയിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് എല്ലാ ഇടപാടുകളും. പാർട്ടിക്ക് കൊടിയടിക്കുന്നതാകട്ടെ, പാർട്ടിക്ക് പോസ്റ്റർ എഴുതുന്നതാകട്ടെ, അല്ലെങ്കിൽ പാർട്ടിക്ക് ഈ അനൗൺസ്മെന്റ് റെക്കോർഡിംഗ് ആകട്ടെ, വലുതു മുതൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ ആ പണമിടപാടുകളെല്ലാം നടന്നത് ബാങ്ക് ത്രൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ വരാറുള്ള ചെലവിൻ്റെ അത്രയും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നും പലരും പറയാറുണ്ട്. കാരണം എല്ലാം ബാങ്ക് ത്രൂ ആയിരുന്നു. പക്ഷെ അവിടെയും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായും കേരളത്തിലെ നേതാക്കന്മാർക്ക് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വം വിട്ടുകൊടുത്തില്ല. നമുക്കറിയാം, ബി.ജെ.പിയിലെ ഏറ്റവും സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാൾ വിനോദ് താവഡയ്ക്കാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല കേന്ദ്രം നൽകിയിരുന്നത്. വിനോദ് താവഡയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി നൂറുകണക്കിന് ദേശീയ നേതാക്കന്മാരാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ചുക്കാൻ പിടിച്ചത്. ഓരോ മണ്ഡലത്തിലും ഓരോ ദേശീയ നേതാവ് ചുമതലയ്ക്കായി ഉണ്ടായിരുന്നു. 140 മണ്ഡലങ്ങളിൽ 140 ദേശീയ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചു. അതായത് നൂറുകണക്കിന് കേന്ദ്ര നേതാക്കന്മാരുടെ നിരീക്ഷണത്തിലും അതുപോലെ തന്നെ സൂപ്പർവിഷനിലുമാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇക്കൊല്ലം നടന്നത്. പാർട്ടിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവുകളൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷേ പാർട്ടി ഒരു വലിയ ഇലക്ടോറൽ പെർഫോമൻസ് നടത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് 3 നിയമസഭാ സാമാജികർ 3 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞു. പാർട്ടിക്ക് ഇപ്പോൾ ഒരു MP ഉണ്ട്, ഒരു നഗരസഭ ഭരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒട്ടനവധി പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്, ബ്ലോക്ക് ഡിവിഷനുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഇങ്ങനെ ഒട്ടനവധി പ്രയോജനങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായി. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 MLA-മാർ വിജയിച്ച ഒരു വലിയ വിജയം തന്നെ ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞു. അതിന് പിന്നിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ ഇടപെടലാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ഇത്ര ശക്തമായ നിരീക്ഷണവും ഇടപെടലുകളും ഉണ്ടായിട്ടും എങ്ങനെയാണ് പാർട്ടി ഫണ്ട് തട്ടിച്ചത് എന്നാണ് കൂലങ്കഷമായി ഇപ്പോൾ ബി.ജെ.പി നേതാക്കൾ വിലയിരുത്തുന്നത്. പുതിയ ആരോപണങ്ങളെല്ലാം ആരോപണത്തിന്റെ മുനയെല്ലാം ചെന്ന് അവസാനിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് എസ് സുരേഷിലേക്കാണ്. എസ് സുരേഷും രാജീവ് ചന്ദ്രശേഖറും എല്ലാം ഒരു ടീമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന് ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിവുമില്ലായിരുന്നു എന്നാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നത്.
മാത്രമല്ല ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തേണ്ടി വന്നത് അല്ലെങ്കിൽ നടത്തിയത് രാജീവ് ചന്ദ്രശേഖറിന്റെ പിടിപ്പുകേട് മൂലമാണ് എന്നും അവർ വിലയിരുത്തുന്നുണ്ട്. കാരണം സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഇക്കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുകയായിരുന്നു. അതായത് നേമം നിയോജക മണ്ഡലത്തിൽ സംസ്ഥാനത്തെ BJPക്ക് ഏറ്റവും വിജയസാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു മണ്ഡലത്തിൽ തന്നെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചു. സംസ്ഥാന അധ്യക്ഷൻ അതുകൊണ്ട് തന്നെ നേമത്ത് പേരിന് സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക നൽകി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം പാർട്ടിയിലെ ചില നേതാക്കന്മാർക്കൊക്കെ വിട്ടു നൽകിയതിനു ശേഷം കേരള സംസ്ഥാനം മുഴുവൻ പ്രചരണം ഏകോപിപ്പിക്കാം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചത്. പക്ഷെ നേമത്ത് മത്സരം കടുത്തു. നാമനിർദ്ദേശ പത്രിക നൽകി തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുത്തപ്പോൾ തന്നെ LDF ആഞ്ഞു പിടിക്കുകയായിരുന്നു. അതായത് ഒരു ഘട്ടത്തിൽ BJPക്ക് നേമം നഷ്ടപ്പെടും എന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ആ സാഹചര്യത്തിൽ മറ്റൊരു മണ്ഡലത്തിലേക്കും രാജീവ് ചന്ദ്രശേഖറിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മുഴുവൻ സമയവും 24 മണിക്കൂറും നേമം നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടി വന്നു. രാജീവ് ചന്ദ്രശേഖറിനെ അക്ഷരാർത്ഥത്തിൽ LDF നേമം നിയോജക മണ്ഡലത്തിൽ തളച്ചിടുകയായിരുന്നു. കാരണം അത്രമാത്രം കടുത്ത മത്സരം. വിജയിച്ചത് വരും 3000-ൽ പരം വോട്ടുകൾക്കാണ് എന്നത് നമ്മൾ ഓർക്കണം. അവിടെ 9000-നും 12,000-നും ഇടയിൽ ഭൂരിപക്ഷം പാർട്ടി പ്രതീക്ഷിച്ചതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ രാജീവ് ചന്ദ്രശേഖറിന് നേമം നിയോജക മണ്ഡലത്തിൽ നിന്നും 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നേമം നിയോജക മണ്ഡലത്തിലെ 23 നഗരസഭാ വാർഡുകളിൽ 15ഉം ജയിച്ചത് പാർട്ടി സ്ഥാനാർത്ഥികളായിരുന്നു. അങ്ങനെ ഇരിക്കെ 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലെങ്കിലും ഈ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കേണ്ടതായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം 4,000-ന് താഴേക്ക് മാറി. അത് LDF ചെലുത്തിയ ഒരു സമ്മർദ്ദം കൊണ്ടാണ്. മാത്രമല്ല UDFന്റെ സ്ഥാനാർത്ഥിയായി ശബരിനാഥനും ശക്തമായ വെല്ലുവിളി ഉയർത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ചെയ്തതുപോലെ അവിടെ ശക്തമായ ഒരു ചലനം സൃഷ്ടിച്ചാൽ BJPയുടെ വിജയസാധ്യത മങ്ങും. അതുകൊണ്ട് തന്നെ ശബരിനാഥനും അതുപോലെ തന്നെ V ശിവൻകുട്ടിയും കട്ടയ്ക്ക് നിന്നതുകൊണ്ട്, വിട്ടുകൊടുക്കാത്തതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് നേമം എന്ന നിയോജക മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒതുങ്ങേണ്ടി വന്നു. ഇത് പലരും മുതലെടുത്തു എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം, അതായത് കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. പാർട്ടിയിലെ ചില നേതാക്കന്മാർക്കും ഇതേ ഒരു അഭിപ്രായമുണ്ട്. ഇപ്പോഴും നേമം നിയോജക മണ്ഡലത്തിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്ന ആരോപണം ഉയരുന്നു. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. MLA എന്ന നിലയിൽ ശക്തമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാനും രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് K സുരേന്ദ്രനെയും V മുരളീധരനെയും രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരിക്കാനായി സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു ഫോർമുല BJPക്കകത്ത് ഉണ്ടായതായും വാർത്ത വന്നിരുന്നതാണ്. അതായത് രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനായി രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും K സുരേന്ദ്രനും ഒരുമിച്ച് കൂടിയാലോചിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുകയും ആദ്യത്തെ അതായത് V മുരളീധരനും K സുരേന്ദ്രനും അഭിപ്രായം പറയുകയും ചെയ്യും എന്നൊരു ഫോർമുലയാണ് പാർട്ടി തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് രാജീവ് ചന്ദ്രശേഖറിനെ ഒന്ന് സൈഡാക്കുന്നതിന് തുല്യമാണ്. ഇതോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞേക്കും എന്ന വാർത്തയും വന്നത്. നേമത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി, കാരണം നേമം നിയോജക മണ്ഡലത്തിൽ കഷ്ടിച്ച് കടന്നുകൂടിയെങ്കിലും ഇനിയുള്ള 5 വർഷം കൃത്യമായ പ്രവർത്തനം നടത്തിയില്ല എങ്കിൽ, പരാതിരഹിതമായി ജനങ്ങളെ പ്രതിനിധീകരിച്ചില്ല എങ്കിൽ നേമം നിയോജക മണ്ഡലം വീണ്ടും BJPക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ BJP സംസ്ഥാനത്തിന് അതൊരു വലിയ നഷ്ടമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നേമം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയോ രാജീവ് ചന്ദ്രശേഖറോ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയം പാർട്ടി അധ്യക്ഷനായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആളെ വേണമെന്നാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദില്ലിയിലുള്ള ശോഭാ സുരേന്ദ്രനോ MT രമേശോ, ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ MT രമേശോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും എന്നും സൂചനയുണ്ട്. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിനെ ഇറക്കിയുള്ള ഒരു കളി അത് പരാജയത്തിലേക്ക് പോയില്ല. കാരണം BJP ഒരു വൻ ഇലക്ടോറൽ പെർഫോമൻസ് തന്നെ നടന്നു. പക്ഷെ സംഘടനാപരമായി ഇത് പാർട്ടിക്ക് യാതൊരുവിധ ഗുണവും ചെയ്തില്ല എന്നാണ് പാർട്ടിക്കകത്തെ വിലയിരുത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ BJP ഒരു നേതൃത്വമില്ലാതെ, ലക്കും ലഗാനുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് കേരള സംസ്ഥാന BJPക്ക് സംഘടനാ സെക്രട്ടറി ഇല്ല എന്നുള്ളതാണ്. സംഘടനാ സെക്രട്ടറി സാധാരണയായി
RSSൽ നിന്നും വരുന്ന ഒരു വ്യക്തിയായിരിക്കും. RSSന്റെ പൂർണ്ണ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമായിരിക്കും അതുകൊണ്ട് BJP. എന്നാൽ കഴിഞ്ഞ സംഘടനാ സെക്രട്ടറി രാജിവെച്ചതിന് ശേഷം RSS ഇതുവരെയും കേരള BJPക്ക് സംഘടനാ സെക്രട്ടറിയെ നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് വിനോദ് താവഡയുടെ നേതൃത്വത്തിൽ BJPക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നത്. വിനോദ് താവഡയ്ക്കും പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മുഴുവൻ സമയ സംഘടനാ സെക്രട്ടറി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ചില നേതാക്കന്മാർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമീപിച്ചിട്ടുണ്ട് എന്നും സൂചനയുണ്ട്. എന്തായാലും സംസ്ഥാന BJPയിൽ വലിയ അഴിച്ചുപണി നടക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് BJPയുടെ മുൻ കൗൺസിലറുമായിരുന്ന തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കാതെ ബാങ്ക് പ്രതിസന്ധിയിലാവുകയായിരുന്നു. ഈ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരിൽ പലരും BJPയുടെ ഉന്നത നേതാക്കന്മാരാണ് എന്ന് അന്ന് വാർത്തയുണ്ടായിരുന്നു. ഇതടക്കമുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് സംസ്ഥാന BJPയെ ബാധിച്ചതെന്നും സംഘടനാപരമായി BJP ദുർബലമായതെന്നും വാദമുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് അടിത്തട്ട് വരെ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉടനുണ്ടായേക്കും. ഇതിനൊരു പക്ഷേ RSS മുൻകൈയെടുക്കാനും സാധ്യതയുണ്ട്.